ഹായ്, വെൽക്കം ടു ഇറ്റ്സ് മീ ത്രഷം. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് നമുക്ക് വരുമാനം തരുമോ ഇല്ലയോ അങ്ങനെയുള്ള ഒരു വീഡിയോയെക്കുറിച്ചാണ്. ആൻഡ് ഫസ്റ്റ് തിങ് ആദ്യമേ പറയാം, യൂട്യൂബ് നമുക്ക് ക്യാഷ് തരും, ഓക്കെ. പക്ഷെ നമുക്കങ്ങനെ വെറുതെ തരത്തില്ല. യൂട്യൂബ് പറയുന്ന കുറച്ച് ക്രൈറ്റീരിയാസ് ഒക്കെ മീറ്റ് ചെയ്താൽ മാത്രമേ യൂട്യൂബ് ആ ക്യാഷ് തരത്തുള്ളൂ. എല്ലാവരും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പം ഞാൻ ആക്ച്വലി എൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ ഞാനൊരു ഇൻകം ജനറേറ്റിംഗ് സോഴ്സായിട്ടോ അങ്ങനെയൊന്നുമല്ല യൂട്യൂബിനെ കണ്ടത്. ജസ്റ്റ് നമ്മുടെ വീഡിയോസൊക്കെ ഇടുക, അത് എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തുന്നു എന്നറിയുക, ഇങ്ങനെയുള്ളൊരു ലക്ഷ്യം വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു ഇതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ആവുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൽ നിന്ന് ഇൻകം കിട്ടും, അത് എങ്ങനെയാണെന്ന് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇന്നത്തെ ഈ വീഡിയോ എടുക്കുന്നത്, ഓക്കെ. അപ്പോൾ യൂട്യൂബിൽ നമുക്ക് വരുമാനം കിട്ടും, പക്ഷേ അത് എങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് പറയുന്ന കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്, അത് മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ആ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുക എന്നുള്ളത് അക്കോർഡിംഗ് ടു മീ, എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാണ്. പെട്ടെന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തായാലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് മീറ്റ് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ ഇതുവരെ എത്തിയില്ലേ, ഇനിയിപ്പം നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല യൂട്യൂബ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത്രത്തോളം ആൾക്കാർ കണ്ട് അവരിലേക്ക് എത്തി അത്രയും വ്യൂസും കാര്യങ്ങളും ഒക്കെ വരണം, എങ്കിലും നമുക്ക് ആ ഇൻകം ജനറേറ്റ് ആവത്തുള്ളൂ. ഇപ്പോഴും ഞാൻ അത്രയും ആൾക്കാരിലൊന്നും എത്തിയിട്ടല്ല പറയുന്നത്, നമുക്കും കൂടെ ഒരു ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇടുന്നത്, ഓക്കെ. അപ്പം ഞാൻ ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് അതിൻ്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം, ഓക്കെ. യൂട്യൂബ് പറയുന്ന ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സാണ്, ഓക്കെ. 1000 സബ്സ്ക്രൈബേഴ്സാണ് യൂട്യൂബിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. മിനിമം 1000 പേരെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് അവർ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം, ഓക്കെ. ഫസ്റ്റ് ക്രൈറ്റീരിയ അതാണ്. അപ്പം എൻ്റെ ചാനലിൽ ഫസ്റ്റൊക്കെ വളരെ കുറവായിരുന്നു. ഞാൻ അറിയുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ആകെ ചാനൽ ഷെയർ ചെയ്തിട്ടുള്ളത്, അവർ മാത്രമേ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഉണ്ടായിട്ടുള്ളൂ. പിന്നീട് വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. അപ്പോൾ അങ്ങനെ വന്നു തുടങ്ങിയപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഇതിന് ഇങ്ങനെയൊക്കെ ഉണ്ടോ, അതിൻ്റെ ക്രൈറ്റീരിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാമല്ലോ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഒന്ന് നോക്കിയപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ കണ്ടതും പഠിച്ചതും ഒക്കെ. ഈ പറയുന്ന ക്രൈറ്റീരിയാസ് എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് യൂട്യൂബ് സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നോക്കുമ്പോഴായിരിക്കും. അതിൽ ഫസ്റ്റ് ആ ഒരു ഡാഷ്ബോർഡ് എടുക്കുമ്പോൾ തന്നെ അതിൽ കിടക്കുന്നുണ്ട് നമുക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നമുക്ക് എന്തൊക്കെ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്താലാണ് നമുക്കിത് കിട്ടുന്നത്. നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ച് ഈ ക്രൈറ്റീരിയാസിൽ വരുന്ന ചേഞ്ചൊക്കെ അതിൽ തന്നെ ഓട്ടോമാറ്റിക്കലി കാണിക്കുകയും ചെയ്യും, ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്രൈറ്റീരിയ 1000 സബ്സ്ക്രൈബേഴ്സാണ്. ദ സെക്കൻഡ് വൺ എന്ന് പറയുമ്പം വൺ ഓഫ് ദ ഫോളോയിങ് ആണ്, അതായത് ഒന്നെങ്കിൽ ഒരു 4000 വാച്ച് അവർ അല്ലെങ്കിൽ ഒരു 10 മില്യൺ വ്യൂസ് നമ്മളിടുന്ന ഷോർട്സിൽ. ഇത് രണ്ടുമാണ് രണ്ടാമത്തെ ഇതിൽ വരുന്നത്. അതായത് 1000 സബ്സ്ക്രൈബേഴ്സ് ആവുന്ന ഒരു ക്രൈറ്റീരിയ, അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് മതി. അപ്പോൾ എന്താണ് വാച്ച് അവർ, എന്താണ് വ്യൂസ് എന്നുള്ളത് പറയാം. വാച്ച് അവർ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഞാനിടുന്ന വീഡിയോസ്, ഇപ്പോൾ ഞാനൊരു ലോങ് വീഡിയോ ഇടുവാണ്. ഈ ലോങ് വീഡിയോ ഇപ്പോൾ ഞാനൊരു 10 മിനിറ്റുള്ള വീഡിയോ ഇട്ടു. ആ 10 മിനിറ്റും ഒരാളിരുന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്കതിൽ നിന്ന് ഒരു 10 മിനിറ്റ് കിട്ടും. അപ്പോൾ അതുപോലെ ഒരു 6 പേര് ആ 10 മിനിറ്റ് ഫുള്ളായിട്ട് ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് 1 മണിക്കൂറായി. 60 മിനിറ്റ്സ് ആവും, അപ്പോൾ എനിക്ക് 1 മണിക്കൂറായി. അപ്പോൾ എൻ്റെ ഈ 4000 വാച്ച് അവർ കിടക്കുന്നതിൽ 1 മണിക്കൂർ കൂടും. അതാണ് വാച്ച് അവർ എന്ന് പറയുന്നത്. ഈ വാച്ച് അവർ കൂടുന്നത് നമ്മളിടുന്ന വീഡിയോസ് ആൾക്കാർ എത്രത്തോളം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാച്ച് അവറിൽ വരുന്നത്. ഞാനിപ്പോൾ ഇടുന്നൊരു വീഡിയോ ഒരാൾ അധികം ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വാച്ച് അവർ ഇടില്ല. ഇപ്പോൾ ആദ്യത്തെ 1 മിനിറ്റ് മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ എനിക്ക് വാച്ച് അവർ കൂടത്തില്ല, കാരണം 1 മിനിറ്റേ കണ്ടിട്ടുള്ളൂ. പക്ഷേ നമുക്കല്ലാതെ ഇപ്പോൾ ഒരു വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഒരു അരമണിക്കൂറുള്ള വീഡിയോ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു 5K അല്ല 10K ഒക്കെ കാണും. എന്ന് പറഞ്ഞിട്ട് അവർ അത്രയും ഫുൾ അതിരുന്ന് കണ്ടവരാവണം എന്നില്ല. ആദ്യത്തെ 1-2 മിനിറ്റൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വാച്ച് അവറും കൂടത്തുള്ളൂ. പക്ഷെ നമ്മുടെ വീഡിയോ ഫുൾ ഇരുന്ന് കണ്ടാൽ നമുക്ക് ആ വാച്ച് അവർ കൂടുതലായിട്ട് കിട്ടും. അപ്പം വാച്ച് അവർ എന്ന് പറഞ്ഞാൽ അതാണ്, നമ്മുടെ വീഡിയോ ഒരാൾ എത്രത്തോളം ഇരുന്ന് എത്ര ടൈം എടുത്ത് അവരിരുന്ന് കാണുന്നോ അതാണ് നമ്മുടെ വാച്ച് അവർ എന്ന് പറയുന്നത്. ദ സെക്കൻഡ് തിങ് ഈസ് വ്യൂസ്, അതായത് നമ്മളിടുന്ന ഷോർട്സിൻ്റെ വ്യൂസാണ് അതിൽ വരിക. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഷോർട്സ് ഇട്ടു, അതിന് ഒരു
1 മില്യൺ വ്യൂസ് ഒക്കെ കിട്ടുവാണ്. ദെൻ അത് 10 മില്യൺ ആക്കി കഴിഞ്ഞാൽ എനിക്ക് മോണിറ്റൈസ് ആവാനുള്ള സ്കോപ്പുണ്ട്. അത് ചില ആൾക്കാരുടെ ഷോർട്സിനായിരിക്കും പ്രൊമോഷൻസ് കൂടുതൽ. അവർക്ക് പെട്ടെന്ന് ഷോർട്സ് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൽ വ്യൂസ് കൂട്ടാം. ചിലർക്ക് വീഡിയോസിലായിരിക്കും വ്യൂസ് കൂടുതൽ അല്ലെ ഹവേഴ്സ് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുക. ഷോർട്സിനെക്കാളും ഇതായിരിക്കും, വീഡിയോസ് ആയിരിക്കും അവർക്ക് ഫോക്കസ്. അങ്ങനെയുള്ളവർ ഈ വാച്ച് ഓവർ കൂട്ടാൻ നോക്കും. ഷോർട്സിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്നതല്ല, ഷോർട്സിന് നല്ല വ്യൂസ് കിട്ടുന്നവർ അതിനെ 10 മില്യൺ ആക്കാൻ നോക്കും. ഇതിലേതെങ്കിലും ഒന്ന് മതി, രണ്ടും വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഒന്നെങ്കിൽ 4000 വാച്ച് അവർ, അല്ലെങ്കിൽ 10 മില്യൺ വ്യൂസ്. ഇതിലേതെങ്കിലും ഒന്ന് മതി. എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ എനിക്ക് രണ്ടും ഏകദേശം ഒരേപോലെ പോവുക, വലിയ അനക്കമൊന്നുമില്ല. കാരണം ഈ 4000 വാച്ച് അവർ എന്നൊക്കെ പറയുമ്പം അതിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. ഓക്കെ, അപ്പോൾ യൂട്യൂബിൽ നിന്ന് ഈ പറഞ്ഞ ഇത്രയും ക്രൈറ്റീരിയാസ് നമ്മൾ മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മോണിറ്റൈസ് ആവാനുള്ള ഓപ്ഷൻ ഓൺ ആകും. ദെൻ നമുക്ക് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ ആക്റ്റീവ് ആക്കി എടുക്കാം. അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും പറയാൻ ഞാൻ ആയിട്ടില്ല, ഇനി ആകുവാണെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, എനിക്ക് ഒത്തിരി സപ്പോർട്ട് കിട്ടുന്നുണ്ട് എൻ്റെ ചാനലിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ തന്നെ ഞാൻ ഒത്തിരി ഹാപ്പിയായി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് 500ലേക്ക് എത്തും എന്നുള്ളത്. എനിക്ക് ആ ഒരു 100, 200 ഒക്കെ ആയിട്ട് ഞാൻ ഒത്തിരി നാൾ പോയി. എനിക്ക് ഈ ചാനൽ പണ്ട് തൊട്ടേ ഉണ്ടെങ്കിലും ഞാൻ ആക്റ്റീവ് ആക്കി തുടങ്ങിയത് ഈ ഒരു ഒരു ഫെബ്രുവരി മന്ത് തൊട്ടാണ് ഞാൻ ആക്റ്റീവ് ആക്കി തുടങ്ങിയത്. അതുവരെ ഞാൻ അങ്ങനെ വലിയ വീഡിയോസ് എടുത്തില്ല. പണ്ട് എന്തെങ്കിലും ഒരു ഷോർട്സോ കാര്യങ്ങളൊക്കെ ഇട്ടാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് എടുത്തൊരാളൊന്നുമില്ല. ഞാൻ ആഫ്റ്റർ ദാറ്റ് എനിക്ക് ജോലി ഉണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പം ജോലിയൊക്കെ നിർത്തി വീട്ടിലിരുന്നപ്പം ഒരു ആഗ്രഹം, നമുക്കൊന്ന് യൂട്യൂബിൽ നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ഷോർട്സ് ഒക്കെ ഇട്ടപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വ്യൂസ് വരുന്നുണ്ട്. വ്യൂസ് വന്നപ്പോഴാണ് ഞാൻ ഈ മോണിറ്റൈസേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കിയത്. അങ്ങനെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയസ് ഒക്കെ കണ്ടത്. വളരെ കുറവായിരുന്നു. അതായത് 1000 സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ 100-ലൊക്കെ നിൽക്കുന്ന എനിക്ക് 1000-ൽ ഇപ്പോഴും എത്തിയിട്ടില്ല. ഇപ്പം ആകെ 500 കടന്നിട്ടുള്ളൂ. അപ്പോൾ അതിലേക്കൊക്കെ എത്തിപ്പെടുക എങ്ങനെയാണെന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായില്ല. അതുപോലെ വാച്ച് അവർക്ക് ആണെങ്കിൽ അനങ്ങിയിട്ട് പോലും ഇല്ല. ജസ്റ്റ് ഒരു 1 hour 2 hour അതിൽ സ്റ്റക്കായിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. കാരണം വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ ഈ വാച്ച് അവറിൻ്റെ ഇതിൻ്റെയും കാര്യം പറഞ്ഞല്ലോ. ഇതിൽ വാച്ച് അവർ 4000 ആക്കേണ്ടത് വിത്തിൻ 365 days ആണ്. അതായത് ഒരു വർഷത്തിനുള്ളിലാണ് 4000 വാച്ച് അവർ ആക്കേണ്ടത്. എങ്കിൽ മാത്രമേ മോണിറ്റൈസേഷൻ ആവും. അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്സിൻ്റെ വ്യൂസ് ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ 3 months, അതായത് 90 daysൻ്റെ അകത്ത് ഷോർട്സ് 10 മില്യൺ ആയാലേ നമുക്ക് അതിൽ നിന്നും ഇൻകം ജനറേറ്റ് ആവത്തുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ഇത് രണ്ടും ഇൻകം ജനറേറ്റ് ആവത്തില്ല. ഇവർ പറയുന്ന ഈ 2 ടൈം പീരീഡും കൂടെ ഉണ്ട്. ഒരു വർഷത്തിനുള്ളിൽ 4000 വാച്ച് അവർ, അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ ഓർ 90 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഷോർട്സ് വ്യൂ 10 മില്യൺ. ഇത് രണ്ടുമാണ് അവരുടെ ക്രൈറ്റീരിയ. ഇത് രണ്ടും ഒരു വലിയ ടാസ്ക് തന്നെയാണ്. എനിക്ക് വലിയ ടാസ്ക്കാണ്. എൻ്റെ വാച്ച് അവറും വലുതായിട്ടൊന്നും അനങ്ങുന്നൊന്നുമില്ല. അതെല്ലാം സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുകയാണ്. വാച്ച് അവർക്ക് കൂടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് അത്രയും ടൈം എടുത്ത് ആൾക്കാരിരുന്ന് കാണണം. എങ്കിൽ മാത്രമേ വാച്ച് അവർക്ക് പെട്ടെന്ന് കൂടുള്ളൂ. 1 മിനിറ്റ് 2 മിനിറ്റ് കണ്ട് സ്കിപ്പായി കഴിഞ്ഞാൽ നമുക്ക് വ്യൂസിന് ചിലപ്പോൾ ഒരാളും കൂടെ കണ്ടു എന്നുള്ള, ഒരാളുടെയും കൂടെ പ്രൊഫൈലിൽ എത്തി എന്നുള്ളതൊക്കെ വരും. പക്ഷേ വാച്ച് അവർ കൂടണം എന്നില്ല. അത് കൂടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഫുള്ളായിട്ടിരുന്ന് കണ്ടാൽ മാത്രമേ കൂടത്തുള്ളൂ. ഓക്കെ, അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആണ്. യൂട്യൂബ് നമുക്ക് ക്യാഷ് തരുമോ ഇല്ലയോ എന്നുള്ള ഒത്തിരി ഡൗട്ട്സ് എല്ലാവർക്കും ഉണ്ട്. ചിലർ വിചാരിക്കും എനിക്ക് ഇപ്പോഴേ കിട്ടി തുടങ്ങി, അതായത് ജസ്റ്റ് 1-2 വ്യൂസ് വീഡിയോ ഇടുമ്പോൾ അതിൽ വ്യൂസ് കൂടി, അല്ലെങ്കിൽ വാച്ച് അവർ ഇച്ചിരി ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൽ വ്യൂസ് വന്നു, അപ്പോൾ എനിക്കിപ്പോൾ മോണിറ്റൈസേഷൻ ഓൺ ആവും എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ ഒന്നുമില്ല. അതൊക്കെ ആൾക്കാരിരുന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അതൊക്കെ കൂടത്തുള്ളൂ. എൻ്റെ വീഡിയോസ് ലോങ് വീഡിയോ ഇട്ടാലും അതിന് വാച്ച് അവർക്ക്, അതിന് വ്യൂസ് ഇപ്പോൾ ഒരു 5K വരെയൊക്കെ എത്തിയാൽ പോലും അതിന് വാച്ച് അവർ ആൾക്കാരിരുന്ന് കാണണമെങ്കിലേ കിട്ടുള്ളൂ. എനിക്കങ്ങനെ വലുതായിട്ട് വാച്ച് അവറൊന്നും കൂടിയിട്ടില്ല. ആൻഡ് ഓൾസോ 1 വീക്ക് ഒരു ബാക്ക് ഇട്ടിട്ടായിരിക്കും യൂട്യൂബ് അപ്ഡേറ്റ്സ് തരുന്നത്. എനിക്ക് ഒരാഴ്ച മുമ്പ് വരെ എനിക്കങ്ങനെ വലിയ വാച്ച് അവേഴ്സ് ഒന്നും കൂടിയിട്ടില്ല. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഇതാണ് ഇന്നത്തെ ടോപ്പിക്. ഫസ്റ്റ് തിങ്. ആൻഡ് സെക്കൻഡ് തിങ്, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക്. ആൻഡ് ഓൾസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ,
അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ജസ്റ്റ് വൺ തിങ്, അതായത് യൂട്യൂബിൽ നിന്നും ക്യാഷ് കിട്ടുമോ ഇല്ലയോ അത്ര മാത്രമേ ഉള്ളൂ. യൂട്യൂബ് നമുക്ക് ക്യാഷ് തരും, പക്ഷെ തരണമെങ്കിൽ അവർ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെയൊക്കെ ഒന്ന് ഇതാക്കിയാൽ മാത്രമേ തരത്തുള്ളൂ, അല്ലാതെ അവർ തരത്തില്ല. ഈ പറഞ്ഞ ടൈം പീരീഡിനുള്ളിൽ, ദാറ്റ് ഈസ് എ മെയിൻ പോയിന്റ്. അത് ഞാൻ ആദ്യമേ പറയാൻ വിട്ടുപോയി. ഓക്കെ, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി അടുത്ത ഓരോ ടോപ്പിക്സും വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ അതുവരെ ബൈ ബൈ.